പിറവം സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിൽ സ്കൂൾ ഒളിമ്പിക്സ് പ്രഖ്യാപന ദീപശിഖ പ്രയാണം സംഘടിപ്പിച്ചു. പിറവം നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല വർഗീസ് ദീപശിഖ ഏറ്റുവാങ്ങി. എറണാകുളം ജില്ലയിൽ വെച്ച് നവംബർ 4-നാണ് കേരള സ്കൂൾ ഒളിമ്പിക്സ് ആരംഭിക്കുന്നത്. 33ാമത് ഒളിമ്പിക്സ് പാരീസിൽ ആരംഭിച്ചതോടെ രാജ്യത്തിന് മാതൃകയാകുന്ന രീതിയിൽ പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് നവംബർ മാസം 4 മുതൽ 11 വരെ എറണാകുളം ജില്ലയിൽ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിന് മുന്നോടിയായാണ് സ്കൂൾ ഒളിമ്പിക്സിന്റെ പ്രചരണാർത്ഥം പിറവം സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ ദീപശിഖ പ്രയാണം നടത്തിയത്. പിറവം നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല വർഗീസ് ദീപശിഖ ഏറ്റുവാങ്ങി. കേരള ഒളിമ്പിക്സ് എറണാകുളം ജില്ലയിൽ ആഘോഷിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന് നമ്മുടെ എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു. അതേപോലെ തന്നെ കായിക താരങ്ങളായ എല്ലാവർക്കും വിജയം ഉണ്ടാകട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വാർഡ് കൗൺസിലർ ജോജിമോൻ ചാരുപ്ലാവിൽ അധ്യക്ഷനായി. സ്കൂൾ പ്രധാനാധ്യാപകൻ ഡാനിയൽ തോമസ്, PTA പ്രസിഡന്റ് ബിജു തങ്കപ്പൻ, സ്കൂൾ കായികാധ്യാപകൻ ബിച്ചു കുര്യൻ തോമസ്, അധ്യാപിക, അനധ്യാപകർ എന്നിവർ ചടങ്ങിൽ നേതൃത്വം നൽകി. ഈ ദിവസങ്ങളിൽ 16 ദിവസം നീണ്ടു നിൽക്കുന്ന കായികമേളയിൽ പ്രധാനപ്പെട്ട പല ഐറ്റങ്ങൾ കാണുന്നതിനും മത്സരത്തിൽ അവർ ഉയർത്തിപ്പിടിക്കുന്ന വലിയ മാനവീയ മൂല്യങ്ങൾ തിരിച്ചറിയുന്നതിനും നിങ്ങൾക്ക് കായിക മേളയെ ഉപയോഗിക്കാവുന്നതാണ്. കേരള സർക്കാർ എല്ലാ 4 വർഷം കൂടുമ്പോഴും സ്കൂൾ ഒളിമ്പിക്സ് എന്ന രീതിയിൽ സ്കൂൾ ഒളിമ്പിക്സിൻ്റെ മാതൃകയിലാണ് സംസ്ഥാന കായികമേള ഇനി നടത്തുവാനായിട്ട് പോകുന്നത്. ഭാഗ്യവശാൽ അതിൻ്റെ ആദ്യത്തെ സ്കൂൾ ഒളിമ്പിക്സ് എറണാകുളം ജില്ലയുടെ മണ്ണിൽ വെച്ച് ആരംഭിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പിറവം. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,